ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു കാര്യം പറഞ്ഞാ അതങ്ങ് മനസ്സിലാക്കിയാ മതി. അത് ആലിങ്ങെടുക്ക് എടുക്കാൻ. പ്രിയ ഞാൻ തരില്ല. നീ എത്ര നിർബന്ധിച്ചാലും ഞാനിത് തരില്ല. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞു. പ്രിയ എന്താ ചെയ്യുന്നത്? എടുക്കാൻ പറഞ്ഞ. വിവാഹത്തിന്റെ അന്ന് വരെ എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല എന്ന് പറയുന്നത് ഞാൻ ചെയ്ത മഹാപരാധം. പക്ഷേ ഈ ദൈവം ഉണ്ടല്ലോ, സർവേശ്വരനായ ദൈവം എന്റെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ ഈ നിൽക്കുന്ന പ്രിയങ്കടി ചോദിച്ചു നോക്ക്. കതിർ മണ്ഡപത്തിൽ വെച്ച് ഇവളുടെ കഴുത്തിൽ ഞാൻ താലി കെട്ടിയിട്ടുണ്ടോന്ന്. ഉണ്ടോടി? കണ്ടില്ലേ, അന്ന് കതിർ മണ്ഡപത്തില് എന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയത് രാധികയായിരുന്നു. അച്ഛാ, ഞാൻ താലി ചാർത്തിയത് രാധികയാ. ഞാൻ താലി ചാർത്തിയ പെണ്ണല്ലേ എന്റെ ഭാര്യ. അവളെയല്ലേ ഞാൻ സ്നേഹിക്കേണ്ടത്. അവളെ ഞാൻ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ആർക്കതിന് തടസ്സം പറയാൻ പറ്റുക? എല്ലാ കഥകൾ പറഞ്ഞ് നീ ഇവളും ചെയ്ത കാര്യങ്ങൾ മറച്ചു വയ്ക്കാൻ നോക്കണ്ട. എന്ത് തെളിവാ ഇതിനൊക്കെയുള്ളത്? അവന് തൽക്കാലേ ഇവളെ രക്ഷിച്ചെടുക്കണം. അതിനാ ഈ ഇല്ലാ കഥകൾ മുഴുവൻ പറയുന്നത്. ചെറിയ മണ്ടരുത്. ഈ കുടുംബത്തിന്റെ നല്ലതിനു വേണ്ടി ഒന്നും സംസാരിച്ചിട്ടില്ലാത്ത നിങ്ങളുടെ നാവുകൊണ്ട് ഒരു വാക്ക് പോലും പറയേണ്ട കാര്യമില്ല. അച്ഛൻ ചോദിച്ച് സംശയം തെളിയിക്കാൻ എനിക്കറിയാം. എന്റെ വിവാഹ ദിവസം കതിർ മണ്ഡപത്തിൽ വെച്ച് ഞാൻ രാധികയുടെ കഴുത്തിൽ കെട്ടിയ താലി, അതല്ലേ നിങ്ങൾക്കൊക്കെ കാണേണ്ടത്? കാണാം. എവിടെ എവിടെ നീ കെട്ടിയ താലി? ചേച്ചി എഴുന്നേക്ക്. എന്താ? ആത്മശീലിൽ ആകെ പ്രശ്നമാ. അയ്യോ എന്താ? മാറി, ഞാൻ അച്ഛനെ വിളിക്കട്ടെ? ഇല്ല ഇല്ല, അച്ഛനെ വിളിക്കണ്ട. അച്ഛൻ ചിലപ്പോ ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട്. നീ എന്തൊക്കെയാ പറയുന്നത്? അച്ഛൻ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? ചേച്ചിയും വരുണും തമ്മിലുള്ള ബന്ധം അച്ഛൻ എങ്ങനെയോ അറിഞ്ഞു. അച്ഛന് ദൈവം വന്ന് പറഞ്ഞാലും രാധിക മോള് പറഞ്ഞാലല്ലേ വിശ്വാസം വരും. അച്ഛൻ വരും, ചേച്ചിയോട് നേരിട്ട് വന്ന് ചോദിക്കും. ചേച്ചി എന്താ പറയാൻ പോകുന്ന? അച്ഛൻ ഇത്രയും വിശ്വസിക്കുന്ന ചേച്ചി
ഇത്രയും നീചമായ ഒരു തെറ്റ് ചെയ്തു എന്നറിഞ്ഞാ അച്ഛൻ അത് പൊറുക്കുവോ? അറിയത് സത്യമാണെന്ന് ചേച്ചി പറഞ്ഞാ പിന്നെ അതിനപ്പുറത്തേക്ക് നമ്മുടെ അച്ഛൻ ഉണ്ടാവില്ല. ഇല്ല, ഞാൻ പറയില്ല. അച്ഛനോടൊരിക്കലും ഞാൻ പറയില്ല. പക്ഷെ എല്ലാം അറിഞ്ഞു വരുന്ന അച്ഛൻ വേറെ ചില കാര്യങ്ങളും ചോദിക്കില്ലേ? എന്ത് കാര്യങ്ങള്? ചേച്ചിയുടെ കഴുത്തിൽ വരുൺ കെട്ടിയ താലി ഉണ്ടോ എന്ന് ചോദിക്കില്ലേ? അതും അച്ഛൻ അറിഞ്ഞോ? ആ, അറിഞ്ഞു. ദൈവമേ. അമ്മയോ മുത്തശ്ശിയോ അച്ഛനോട് അങ്ങനെ ഒരു കാര്യം പറയില്ല. പ്രിയേ, നീയാണോ പറഞ്ഞേ? എന്റെ കഴുത്തിലെ കുരുക്ക് ഞാൻ തന്നെ ഉണ്ടാക്കുവോ? അച്ഛൻ എങ്ങനെയോ അറിഞ്ഞു. അച്ഛൻ വീട്ടിൽ ചെന്ന് ബഹളം വെച്ചു. ദേ, ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്നാ പറഞ്ഞത്. ചേച്ചൊരു കാര്യം ചെയ്യും, കഴുത്തിൽ നിന്ന് താലി അങ്ങ് ഊരി മാറ്റി. താലി എന്തിനാ മാറ്റുന്നേ? പിന്നെ താലി മാറ്റാതെ? ഓ, അച്ഛനത് കാണട്ടെന്ന് അല്ലേ? അച്ഛൻ മരിച്ചു പോയാലും സ്വന്തം പ്രണയം വിജയിച്ചാ മതിയല്ലോ. അച്ഛനെ ഈ താലി കാണുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അച്ഛന്റെ മുന്നിൽ വെച്ചല്ലേ അന്ന് ഞാനത് കഴുത്തിലിട്ടത്. ഭഗവാനെ മനസ്സിൽ വിചാരിച്ച കഴുത്തിലിട്ടിരിക്കുന്നെന്ന് പറയുകയും ചെയ്തായിരുന്നല്ലോ. അച്ഛനത് വിശ്വസിച്ചതാ. പിന്നെന്തിനാ അച്ഛൻ അതിന്റെ പേരിൽ ബഹളം ഉണ്ടാക്കുന്നേ? ഒരു കാര്യം പറഞ്ഞാ അതങ്ങ് മനസ്സിലാക്കിയാ മതി. ആ താലി ഇങ്ങെടുക്ക്. എടുക്കാൻ. പ്രിയ, പ്രിയ, ഞാൻ തരില്ല. നീ എത്ര നിർബന്ധിച്ചാലും ഞാനത് തരില്ല. ഇങ്ങോട്ട് തരാനല്ലേ പറഞ്ഞേ? പ്രിയ, എന്താ ചെയ്യുന്നത്? എടുക്കാൻ. തരാനാ പറഞ്ഞേ. താലി ഇങ്ങോട്ട് തരാൻ. ചേച്ചി തരാനല്ലേ പറഞ്ഞേ? വിട്. തരാനാ പറഞ്ഞേ. ഞാൻ പറയുന്ന കേക്കും. ചേച്ചി, ഓ, ഭഗവാനെ, എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി എനിക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാന്ന് അറിയാലോ. ഇതും കൂടി നഷ്ടപ്പെടുത്തരുതേ. ഇവിടെ വന്നിരുന്ന് എന്താ പറയുന്നേ? മര്യാദയ്ക്ക് അതിങ്ങ് ഒരു തരം പറഞ്ഞില്ലേ? പ്രിയ, നീ എന്റെ ജീവൻ ചോദിച്ചല്ലേ ഞാൻ തരും.